തന്നെയാണ്. സച്ചിൻ സാറിന്റെ ശിഷ്യനായിരുന്നു. അയ്യപ്പനും കോശിയും സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്ത് നമുക്ക് മുന്നിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വി ആർ വെരി ഹാപ്പി ആൻഡ് വി ആർ വെരി പ്രൗഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് വിലായത ബുദ്ധ. ഒരുപാട് ഇമോഷണൽ ആണ്, പ്രൗഡ് ആണ്, മിക്സ്ഡ് ഫീലിംഗ്സ് ഒക്കെ ആയിരിക്കും. സോ എന്താണ് സർ മലയാളികളോട് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വർഷത്തെ, ഒരു 4 വർഷത്തെ കഷ്ടപ്പാടും യാത്രയാണ് ഈ സിനിമ. അപ്പോൾ സച്ചേട്ടൻ ചെയ്യാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു അത്. യാദൃശ്ചികമായി എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നന്നായി വരുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കാണും, എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഇമോഷൻ വാക്കുകളിൽ വളരെ വ്യക്തമാണല്ലേ. തീർച്ചയായിട്ടും ഒരു ടീസർ മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കമന്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഡയറക്ടോറിയൽ ബ്രില്യൻസ്. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു മലയാളികളെ സ്വീകരിച്ചു സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി വിലായത ബുദ്ധ നമുക്ക് സമ്മാനിച്ചതിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി റിമെയിൻ ഓൺ സ്റ്റേജ്. അടുത്തതായി വേദിയിലേക്ക് നമ്മളോട് ഇവരോടും സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് വിലായത ബുദ്ധയുടെ പ്രൊഡ്യൂസേഴ്സിനെയാണ്. With lot of happiness and love here, I am according a warm welcome to the producer, Mr. Sandeep Senan sir. നല്ലൊരു കൈ നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Let me also wholeheartedly welcome executive producer Sri Sangeet Senan. With immense happiness and pleasure, I avail this opportunity to welcome line producer Sri Raghu Subhash Chandran, along with the project designer Sri Manu Alukan. Yes, അപ്പോൾ ഇനി കൂടുതൽ സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട, കൈ എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് ചൂണ്ടുന്നത്. സോ യെസ്, ഓവർ ടു യു സർ. ഗുഡ് ഈവനിങ് ഓൾ. ഇതും നേരത്തെ ജയൻ പറഞ്ഞ പോലെ ഒരു 4-5 വർഷത്തെ യാത്രയാണ്. സച്ചിയേട്ടനിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ സച്ചിയേട്ടനില്ലാതെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്, ഞങ്ങളെ നോക്കി കാണുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ കൂടി അദൃശ്യമായ ഒരു എന്താ പറയുക, ഒരു പവർ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയോണ്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. 4 വർഷത്തെ ഈ ജേണിക്ക് ശേഷം വിലായത ബുദ്ധ നിങ്ങളിലേക്ക് എത്തുകയാണ്, ഞങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുകയാണ്. സോ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ ഈ സിനിമയിൽ, അദ്ദേഹത്തിൻ്റെ കുറേ എഫേർട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റി ഏകദേശം കുറേ കാലം ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വീട്ടിലിരിക്കേണ്ടി വന്നു ഈ സിനിമയുടെ ആക്സിഡന്റ് കാരണം. അത് കഴിഞ്ഞ് വീണ്ടും റിവൈവ് ചെയ്ത് ഈ സിനിമയും അതുപോലെ ഉയർത്തെഴുന്നേറ്റ ഒരു സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇത് എല്ലാവരുടെയും ടീം വർക്കാണ്. ഒരു പറ്റം നല്ല ടെക്നീഷ്യൻസിൻ്റെ ഒരു ടീം വർക്ക് കൂടിയാണ് വിലായത ബുദ്ധ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ തീർത്തും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ എന്താ പറയുക ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജനങ്ങളിലേക്കാണ് എത്തുന്നത്. നിങ്ങൾ വിലയിരുത്തണം, നിങ്ങൾ കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉർവശി തിയേറ്റേഴ്സും AVA പ്രൊഡക്ഷൻസിൻ്റെ ബാനറും കൂടി സംയുക്തമായി ചെയ്യുന്ന വിലായത ബുദ്ധ നവംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തും. തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ. താങ്ക്സ് എ ലോട്ട് സർ. സോ നവംബർ 21 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആ ഒരു ടീം വർക്കിന് എല്ലാവിധ റിസൾട്ടും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ഈ ഒരു മൊമെന്റിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. മൂവിങ് ഓൺ, അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരെയും ഇമോഷണലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിപ്പോൾ റൊമാൻസ് ആണെങ്കിലും സങ്കടമാണെങ്കിലും റേജ് ആണെങ്കിലും
മോട്ടിവേഷൻ ആണെങ്കിലും ഇമോഷൻസ് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കയറ്റി നമ്മളെ ഏറ്റവും അധികം ആകാശത്ത് കൊണ്ടെത്തിച്ചിട്ടുള്ള മജീഷ്യൻ തന്നെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഏതൊരു സിനിമ നമ്മൾ ഹൈപ്പ് കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ഡയറക്ടറിന്റെ പേരിൽ നമ്മൾ ഹൈപ്പ് എക്സ്പെക്ടേഷൻ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ വിത്ത് ദ കാസ്റ്റ് വി എക്സ്പെക്ട് ആൻഡ് വി ആന്റിസിപ്പേറ്റ് എ ലോട്ട് ഫോർ ദ ഫിലിം. അതേപോലെ തന്നെ ആ ഒരു ലേബലിൽ തന്നെ എത്തിയിരിക്കുന്ന പേരാണ് ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ വൺ ആൻഡ് ഓൺലി ജെയ്ക്സ് ബിജോയ്. What a big round of applause. Let us welcome Jayks Bijoy. A very good evening all of you. ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിവിയറൻസ് ആണെന്ന് ഞാൻ പറയും. ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അയ്യപ്പനും ഘോഷിയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം അയ്യപ്പൻ ഘോഷി കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു, ഇനി അങ്ങോട്ട് സച്ചിയേട്ടന്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി, വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടനെ കിട്ടുമല്ലോ. അത്രയും മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. എന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പൻ ഘോഷി. അങ്ങനെ ആ ജേർണി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, സച്ചിയേട്ടൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ടടാ, നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ, വിലായത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിനക്കറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്. പക്ഷെ ആ ജേർണി ഈ 4 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നിങ്ങൾക്കറിയാം, രാജുവിന്റെ ഉണ്ടായ ഒരു ആക്സിഡന്റിനെ പറ്റി അറിയാം. ജയൻ നമ്പ്യാർ അനുഭവിച്ച ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്രയും നമ്മളധികം ഒരുപാട് സിനിമകൾ, രാജു ഒരുപാട് സിനിമകൾ കഴിഞ്ഞു, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും സച്ചിയേട്ടന്റെ ഒരു ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതില്. ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവിയറൻസും ഉണ്ട്. ജയൻ നമ്പ്യാരെ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട്, ഇത് റീവിസിറ്റ് എത്ര പ്രാവശ്യമാണ് റീവിസിറ്റ് ചെയ്യുന്നത്, ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം റീവിസിറ്റ് ചെയ്യുമ്പോഴും മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ്. പടം കണ്ടു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ, ഏറ്റവും ഇപ്പൊ വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിന്റെ ആക്ടിവിറ്റീസും ഈ പടത്തിന്റെ പ്രോസസ്സ് പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ ടീമിനോട് പറയുന്നത്, സംതിങ് ഇസ് ഹാപ്പനിങ്. And I'm truly happy with what's the final product. ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് അയ്യപ്പൻ ഘോഷിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും വിലായത്ത് ബുദ്ധ എന്ന് ഞാൻ പറയുന്നത്. ആൻഡ് ദ ഷിയർ എഫേർട്ട് that the team has put in. And Raju, I have nothing, you've guided me throughout my career, Raju, and I'm so happy I could do this with you. നിങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമറെ പടത്തിൽ കാണും. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, തിലകൻ ചേട്ടനെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സീ ഷമി തിലകൻ in the most fascinating form in the film. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഉർവശി തിയേറ്റേഴ്സും സന്ദീപ് സേനനും സംഗീതും രഘു എല്ലാം ഈ പടത്തിൽ as producers what they must have gone through. Just imagine, ഒരു പടം 4 വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, അവരുടെ എക്സ്പെക്ടേഷൻസ്, they can't go to another film. So and ഭയങ്കര എന്താ പറയാ, നമ്മൾ we all just took for this film and Jayan Rai's vision. And I want you to all come and watch this in theaters and be entertained. It's a very good way to close the year. And again, I would consider this as a celebration of perseverance. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു 4 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഒരു ക്ലോഷർ ആണ്. And I'm so happy that I could be part of it. And the team എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. We are in the final leg of finishing the film to make you all ഒരു entertaining cinema. Thank you so much. Thank you. Thanks a lot, Jayks ചേട്ടാ. Usually സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ഹുക്ക് ലൈൻ, മേ ബി ഈ സിനിമ കാണണം എന്ന് നമ്മൾ തോന്നുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് നമുക്ക് കിട്ടുന്നത് രാജുവേട്ട വാക്കുകളിലാണ്. പക്ഷെ ഇന്ന് ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് സാറാണ്. അയ്യപ്പനും ഘോഷിയും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തിലകൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും പറ്റിയൊരു സിനിമയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് രണ്ട് കേട്ടാൽ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണും എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്. കാട്ടുരാസ പാട്ട് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു and we are waiting for more. Thank you so much, Jayks ചേട്ടാ. Moving on, ladies and gentlemen, it's time for me to welcome the editor of the film വിലായത്ത് ബുദ്ധ. നിറഞ്ഞ കൈയ്യടി നൽകി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം Sri Srijit Sarang. With a big round of applause, ladies and gentlemen, let's accord a warm welcome to Sri Srijit Sarang. Sir, we would love to hear your valuable words. So happy to be a part of this project. After Janaganamana,
ആഫ്റ്റർ ജനഗണമന ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നത്. താങ്ക്സ് എ ലോട്ട്. വീണ്ടും പടം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കേട്ടത്. താങ്ക്സ് എ ലോട്ട് once again, sir. And now, ladies and gentlemen, it's time for us to accord a very, very warm welcome to the writers of Vilayathu Buddha. വേദിയിലേക്ക് എല്ലാവിധ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ബഹുമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു ശ്രീ GR ഇന്ദുഗോപൻ and ശ്രീ രാജേഷ് പിന്നാരൻ. Come on everyone, let's show our love. Yes. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ വരുന്നത്. സോ റൈറ്റേഴ്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് വിലായത്ത് ബുദ്ധ? വിലായത്ത് ബുദ്ധ ഈ മനുഷ്യ സംഘർഷങ്ങളുടെ ഒരു കഥയാണ്. അത് നമ്മൾ കടലാസിൽ എഴുതി പിടിപ്പിക്കുന്നത് പോലെ ഒരു കാഴ്ചയാക്കി അവതരിപ്പിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു കഥയല്ല ആയിരുന്നില്ല. അത് 4 വർഷത്തെ വലിയ പ്രയത്നം എടുത്തിട്ടാണ് ജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ സിനിമയെ ഒരു വലിയ വ്യാപ്തിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ കണ്ട കാഴ്ചയിലേക്ക് എത്രയോ വിപുലമായ വലിയ ഭൂമിക, വലിയ പ്രതലത്തിൽ, വലിയ വ്യാപ്തിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കാഴ്ച ഞാൻ കണ്ടു. നിങ്ങൾക്കും അത് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിർത്തുന്നു. വളരെയധികം നന്ദി സർ. We are getting lot of excitement while listening to the words of the crew of Vilayathu Buddha. And now അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ അലക്സ് ഇ കുര്യൻ സാറിനെയാണ്. Ladies and gentlemen, let's show all our love and welcoming Shri Alex E. Kurian sir. Sir, സംസാരിക്കുന്നുണ്ടോ? ഇല്ല, 2 വാക്ക്. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് കാലം വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കൊല്ലം വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അലക്സ് സാറിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ആള് സംസാരിക്കുമോ? അപ്പൊ സംസാരിക്കില്ല എന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ ജെയ്ക്സേട്ടൻ പറയായിരുന്നു നല്ല സൗണ്ടാണ്, സംസാരിപ്പിക്കണമെന്ന്. ഓ, ജെയ്ക്സ് അടുത്ത പടത്തിൽ പാടുന്നുണ്ടല്ലേ? ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഇനി സിനിമയുടെ കാസ്റ്റ് മെമ്പേഴ്സിനെയാണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് നൗ first and most, I would like to welcome one actor. ചെയ്ത എല്ലാ സിനിമയിലും തന്റേതായിട്ടുള്ള സിഗ്നേച്ചർ പതിപ്പിച്ച താരം തന്നെയാണ്. After watching his film, we will be talking about his dedication and his wonderful performance. Ladies and gentlemen, it's time for us to welcome Dhruvan on stage. ഞാൻ പറഞ്ഞതുപോലെ ഏത് സിനിമ കാണുമ്പോഴും നമ്മൾ എല്ലാവരും പടം കണ്ടു കഴിഞ്ഞ് പറയുന്നതാണ് ധ്രുവന്റെ പെർഫോമൻസിനെ കുറിച്ച്, അതിന് വേണ്ടിയിട്ടുള്ള ധ്രുവന്റെ എഫേർട്ട്, ഡെഡിക്കേഷൻ എല്ലാം. So how are you feeling now as we are waiting for the release of Vilayathu Buddha? Thank you. ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിനും നമ്മളെ കാത്തു നിന്നതിനും ഒരുപാട് നന്ദി. എനിക്കറിയാം എന്നെയല്ല രാജുവേട്ടനെയാണെന്നുള്ളത് എനിക്കറിയാം, എന്നാലും നന്ദി. ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. റോൾ മാത്രമല്ല, അറ്റയറും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. താങ്ക് യു. സിമ്പിൾ ആക്കി അങ്ങ് നിർത്തിയല്ലേ? യെസ്, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ എല്ലാവരെയും ഹാപ്പി ആക്കി, എക്സൈറ്റഡ് ആക്കി. താങ്ക് യു സോ മച്ച്. ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് യുവർ പെർഫോമൻസ് ഇൻ വിലായത്ത് ബുദ്ധ. ഇതുവരെ ചെയ്യാത്ത റോൾ. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വി ആർ ഓൾസോ ഈക്വലി എക്സൈറ്റഡ് ടു വാച്ച് ദ പെർഫോമൻസ് ഓഫ് ധ്രുവൻ ഇൻ ദ ഫിലിം. മൂവിംഗ് ഓൺ, അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഏറ്റവും റീസെന്റ് മിന്നൽ വള എന്ന പാട്ടിലൂടെ നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത പെണ്ണഴകനെ തന്നെയാണ്. തൊട്ടപ്പൻ എന്ന സിനിമയിൽ കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ച ആക്ട്രസ് ആണ്. ആൻഡ് we have commented about her unique acting style in all the films she have been part of. Lulu Mall, shall we welcome Priyamvada Krishnan on stage? നല്ലൊരു കൈഡി നൽകി തന്നെ പ്രിയവദ കൃഷ്ണന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം.
സോ ഇൻ ദ ടീസർ ആൻഡ് ഓൾസോ കാട്ടുരാസ പാട്ടിലും നമുക്ക് ചെറുതായിട്ട് പ്രിയമതിയുടെ റോൾ എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. സോ ഹൗ ആർ യു ഫീലിംഗ്? ആർ യു എക്സൈറ്റഡ് ഫോർ ദ റിലീസ് ഓഫ് ദ ഫിലിം? മോർ ദൻ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ നേരത്തെ ജേക്ക് സേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസീവിയറൻസ് തന്നെയാണ്. ആൻഡ് ദിസ് പ്രോജക്റ്റ് ഹാസ് ബിൻ മോർ ദൻ എ ഡ്രീം കം ട്രൂ ഫോർ മീ. സോ ഫസ്റ്റ്ലി താങ്ക് യു ജയൻ ചേട്ടാ ഫോർ ട്രസ്റ്റിംഗ് മീ. വിശ്വസിച്ച് എന്നെ ഇത്രയും അടിപൊളി ഒരു കഥാപാത്രം ഏൽപ്പിച്ചതിന് നന്ദി. താങ്ക് യു സന്ദീപ് ഏട്ട ഫോർ ട്രസ്റ്റിംഗ് മീ. താങ്ക് യു എവ്രിബഡി ഫോർ ട്രസ്റ്റിംഗ് മീ. ആൻഡ് നിങ്ങളെല്ലാവരും പോലും ഞാനും 21 നവംബറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടം കാണണം, അഭിപ്രായം പറയണം. താങ്ക് യു. Thank you, thanks a lot. From the teaser itself, we have understood ഓരോ ആക്ടേഴ്സും എത്രത്തോളം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ഇനി സിനിമയുടെ റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. Now, before moving on to that one moment we all are waiting for, I have to welcome one more important person on stage. Ladies and gentlemen, on behalf of AVA Productions, with lot of happiness and welcome Mr. Janan on stage. നല്ലൊരു കാര്യം നൽകി മിസ്റ്റർ ജനൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes sir, we would love to hear your valuable words. രണ്ട് വാക്ക്. How are you feeling? Excited ആണോ? നിങ്ങളെ പോലെ എല്ലാവരും പോലെ we are also waiting for this movie. Thank you very much. That's for sure. എല്ലാവരും കട്ട വെയിറ്റിംഗ് തന്നെയാണ് സിനിമയുടെ റിലീസിനായിട്ട്. And now this is the part where I am the most excited about. നൽകി വലിയൊരു ഹൈപ്പ് നൽകി നിങ്ങളുടെ എല്ലാവരുടെയും അറ്റൻഷൻ സ്റ്റേജിലേക്ക് സീക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. Without doing all of that, you will be screaming louder. We all will be screaming louder by just hearing his name. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് ലുലു മോളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഗൂസ് ബംസ് അങ്ങ് ആകാശത്തേക്ക് എത്തിക്കുന്നതിനായി we are going to play a video through which we will be welcoming our star. Ladies and gentlemen, all eyes on the screen. Brand ambassador എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ കൂടി തന്നെ പറയാൻ പറ്റുന്നത് one name that we all Malayalis are proud of. Ladies and gentlemen, let's give it up for Prithviraj Sukumaran. നമ്മുടെ സ്വന്തം രാജുവേട്ടൻ. Goosebumps, I'm just freezing out. നമ്മൾ ഈ സിനിമയിലേക്ക് വരാണെങ്കിൽ രാജുവേട്ടൻ ലുങ്കിയൊക്കെ കൊടുത്ത് വളരെ നാടൻ ലുക്കിലാണ്. അത് ഇപ്പൊ വന്നിരിക്കുന്ന സ്റ്റൈൽ കണ്ടോ? എന്റെ ഈ സ്റ്റൈലല്ലേ എന്ന് പറയുന്ന അതേ ഒരു മാസ് ഇഫക്റ്റ് തന്നെയാണ് ഇവിടെ. പിന്നെ എന്ത് പോകും, സ്റ്റൈൽ ആണെങ്കിലും നാടൻ ലുക്ക് ആണെങ്കിലും എന്തും ഓക്കെയാണ്. സോ കമ്മിങ് ടു ദ ഫിലിം, രാജുവേട്ടൻ്റെ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ അല്ലെങ്കിൽ അനൗൺസ് ആകുമ്പോൾ നമ്മുടെ മലയാളികൾ വേറെ ഏതൊരു സിനിമയെ കാത്തിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഒബ്സർവ് ചെയ്യാറുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ബിക്കോസ് when you are a part of film, we know that ആ സിനിമയിൽ എന്തോ ഉണ്ട് എന്നുള്ളത്. അതേ ഒരു ആന്റിസിപ്പേഷനോട് കൂടി തന്നെയാണ് നമ്മൾ മലയാളികൾ എല്ലാവരും വിലായത്ത് ബുദ്ധയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്നത്. സോ ടെൽ us രാജുവേട്ട, how are you feeling and what is വിലായത്ത് ബുദ്ധ? നമസ്കാരം കൊച്ചി. ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് നന്ദി. ഞാൻ വൈകിയതല്ല, ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴത്തെയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർന്നില്ല, അങ്ങനെ വൈകിപ്പോയതാണ്. പക്ഷെ താങ്ക് യു സോ മച്ച് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന്. ഇതൊരു വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും, ഓഫ് കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും. ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ, മറ്റൊരു ലോകം പാരലലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു. എന്നോട് ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ്, മോഹനൻ നീയാണ് എന്ന് പറയുന്നത്. സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയിറ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപനെ വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ്, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ്. പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. പക്ഷെ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിന്റെ തുടർച്ചയായി
ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയന്റെ കയ്യിലാണ്. കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല, സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും, സച്ചിയുടെ എല്ലാം ആയിരുന്നു. ഒരുപക്ഷെ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ്. ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല, എന്റെയും അസോസിയേറ്റ് ആണ്. അപ്പൊ ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ഫോർ മീ. എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ, അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അത് ഇത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ്. ഇതിന്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യാങ് ആണ്. സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ബുഫേ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സേനനങ്ങൾ എന്നെ മോനെ പോലെയാണ് കണ്ടിരുന്നത്. ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട്. അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് ചെയ്യുന്നു പറയുന്ന ഒരു ശരിക്കും ഒരു ലൈഫിന്റെ ഒരു വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കതിന് പലപ്പോഴും തോന്നാറുള്ളത്. ജേക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഫ്കോഴ്സ് ജേക്സും ഞാനും ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പക്ഷെ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജേക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജേക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജേക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരു അവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജേക്സിന്റെ ബെസ്റ്റ് ഇസ് സ്റ്റിൽ അഹെഡ് ഓഫ് ഹിം. ജേക്സിന്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ വിലായത് ബുദ്ധ, ഈ സിനിമയ്ക്ക് ജേക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ, ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജേക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി ആവ് ഇൻസ്പയറിംഗ്. സോ താങ്ക് യു ജേക്സ് ഫോർ ഓൾ ദാറ്റ് യു ഹാവ് ഡൺ. ഇന്ദുവിന്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എന്റെ മുഖം ആവുന്നത്. ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇന്ദുവിന്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എന്റേതായി എന്റെ ഫിൽമോഗ്രഫിയിൽ വരുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിന്റെ റൈറ്റിംഗിന്റെ. ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ദുവിന്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. മോഹനന്റെ മുഖം എന്റേതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം മൂളിയതിന് ഒരുപാട് നന്ദി. ശ്രീജിത്ത്, ഓഫ് കോഴ്സ് ശ്രീജിത്ത് is one of the most interesting technicians in Malayalam cinema. ശ്രീജിത്ത് ഒരു ടോപ്പ് എഡിറ്റർ ആണ്. He's also one of the finest colorists that I've known. I don't know how many people, അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സിനിമയുടെ എഡിറ്റിംഗും കളറിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന എത്ര ടെക്നീഷ്യൻസ് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ one of the really fine technicians, young technicians we have. Glad that he's part of the film. ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകും. സംഗീത്, of course രാജേഷ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, മൈ കോ ആക്ടേഴ്സ് പ്രിയ, ധ്രുവൻ, അനു എന്നിവിടില്ല. അവർക്കൊക്കെ ഉപരി ഷമിച്ചേട്ടൻ. ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മോഹനനും ഭാസ്കരനും മാഷുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൽക്രം. അതിന് എന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ മികവിലൂടെ ഒരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ഷമിച്ചേട്ടൻ. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷമിച്ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഷമിച്ചേട്ടൻ പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും തിലങ്കടകളുടെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ഷമിച്ചേട്ടനോട് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എന്റെ വിശ്വാസം. 21-ാം തീയതി സിനിമ റിലീസ് ആവുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ്. ഈ സിനിമ 21-ാം തീയതി റിലീസ് ആവുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം. അതാണ് മർമ്മപ്രധാനം. പക്ഷെ ഐ ഹോപ്പ് somewhere Sachi is sitting and watching this and he feels proud. Thank you so much. താങ്ക്സ് ഒരുപാട് രാജുവേട്ട. നമ്മുടെ ടീച്ചറുടെ കമന്റ്, പീപ്പിൾ വർ മേക്കിംഗ് എ കമ്പാരിസൺ. ഓരോ സിനിമയിലും രാജുവേട്ടൻ അത്രത്തോളം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. ടോട്ടലി ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും. അപ്പോൾ ഇതിൽ ലുങ്കി കൊടുത്ത വളരെ തനി നാടൻ ലുക്കില് അത് കാണുമ്പോൾ പീപ്പിൾ വർ കമ്പയറിംഗ് ലൈക്ക് പാവാടയ്ക്ക് ശേഷമുള്ള തനി നാടൻ ലുക്ക്, കടുവയ്ക്ക് ശേഷമുള്ള ഒരു മാസ് ലുക്ക്. സോ ലൈക്ക് എന്ത് ചെയ്താലും അത് കൊതിയോടെ കാത്തിരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. ഐ ഹവ് ഗോട്ട് ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത്രയും സ്റ്റൈലായിട്ട് രാജുവേട്ടൻ സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. ഇഫ് we put a request, അല്ലെങ്കിൽ if you were requested
ഡബിൾ മോഹനന്റെ അതേ ലുക്കില് അതേ മേക്കപ്പില് ഒരു സ്റ്റേജ് അപ്പിയറൻസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ would that be a yes or no? എന്നെ കാണാൻ മുണ്ടിൽ ഇതിലും സ്റ്റൈലാണ് ഞാൻ അറ്റ്ലീസ്റ്റ് എന്റെ ജനറേഷനിലുള്ള ചെറുപ്പക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, 43 വയസ്സായി. എന്റെ ജനറേഷനിലുള്ള ആക്ടേഴ്സിൽ പൊതുവെ മുണ്ടും ലുങ്കിയും ഒക്കെ കൊടുക്കാൻ താരതമ്യേന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്. പബ്ലിക് ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് വരുന്നത്. ഐ മീൻ ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു റീവിസിറ്റ് ദ ക്യാരക്ടർ. അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ. പക്ഷെ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ മനുവിന്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട്. പ്രമോദിന്റെ മേക്കപ്പ് മാൻ്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട്. രാവിലെ ഞാൻ പോയി ആ കസേരയിൽ ഇരുന്നാൽ ഒരു മണിക്കൂറുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് സീനുകളിൽ ഞാൻ ഈ ഇന്നർ വെസ്റ്റും ലുങ്കിയും മാത്രം എടുത്തിട്ടുള്ള സീനുകളുണ്ട്. അപ്പോൾ എന്റെ കൈയും കാലും ഒക്കെ മേക്കപ്പ് ചെയ്യണം. വലിയൊരു എഫേർട്ട് ഉണ്ട്, അത്ര എളുപ്പമല്ല. അത്ര എഫേർട്ട് ഇല്ലെങ്കിലും നാച്ചുറലി രാജുവേട്ടന്റെ ലുക്ക് ഉള്ളതുകൊണ്ട് we will be happy seeing you in any look. ലുങ്കി എടുത്താലും സ്റ്റൈൽ ആണെന്ന് രാജുവേട്ടൻ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണല്ലേ. താങ്ക് യു സോ മച്ച് രാജുവേട്ട. ആൻഡ് യെസ്, നമ്മളെല്ലാവരും രാജുവേട്ടനെ ഇങ്ങനെ കണ്ണിറയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിക്വസ്റ്റിംഗ് എവറിബഡി ടു കൈൻഡ്ലി ഓക്യുപൈ ദ സെന്റർ ഓഫ് ദ സ്റ്റേജ്. അപ്പൊ ഇനി രാജുവേട്ടനോടും വെലായത്ത് ബുദ്ധ സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് കുറച്ച് പേര് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഇന്ററാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്ലോർ നിങ്ങൾക്കായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഐ തിങ്ക് സം ഓഫ് യു ആർ റെഡി വിത്ത് യുവർ ക്വസ്റ്റ്യൻസ്. ആൻഡ് ആദ്യ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം. അപ്പൊ എത്രയും വേഗം തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മൈക്ക് ദയവായി ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാം. യെസ്. നമസ്കാരം, എൻ്റെ ചോദ്യം രാജുവേട്ടനോടാണ്. പേര് സഫല്യ. സോ വിലായത്ത് ബുദ്ധയുടെ ട്രെയിലർ ആൻഡ് പോസ്റ്റർ കണ്ടപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ തിലകൻ സാർ നിൽക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരുന്നു? സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഷമ്മിച്ചേട്ടൻ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മിച്ചേട്ടനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മിച്ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഓഫ്കോഴ്സ് അത് മേക്കപ്പ് ആണ്. പക്ഷെ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. കാരണം ഞാൻ തിലകനങ്ങളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ഞാൻ നല്ല സിനിമകൾ ഒന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ തിലകനങ്ങളിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമ്മിച്ചേട്ടന്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലർ ആയിട്ട് തോന്നി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഷമ്മിച്ചേട്ടന്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലുമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. ആൻഡ് ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ. ഷമ്മിച്ചേട്ടന്റെ ശബ്ദം, ഷമ്മിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു തിലകനങ്ങൾ വൈബുണ്ട് ഈ കഥാപാത്രം. ഈ ഒരു പക്ഷേ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു 20 or 25 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കർ മാഷ് തിലകനങ്ങളായിരുന്നേനെ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഭാസ്കർ മാഷ് ഉറപ്പായിട്ടും തിലകനങ്ങളായിരുന്നേനെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ലൈക്ക് ഐ സെഡ്, ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടെയിലിന്റെ ഷൂട്ട് ചെയ്യാൻ ഒന്നുകൂടെ മറയൂര് പോയപ്പോൾ ഞാൻ ഷമ്മിച്ചേട്ടനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഷമ്മിച്ചേട്ടൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഷമ്മിച്ചേട്ടൻ്റെ സിനിമകളിൽ ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ഹിസ് ഫൈനസ്റ്റ് പെർഫോമൻസ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ഓഫ് യു വാച്ചിങ് വാട്ട് ഹി ഹാസ് ഡൺ. ഹായ്, എൻ്റെ പേര് ആർച്ച. എൻ്റെ ക്വസ്റ്റ്യൻ ജെയിംസ് ബിജോയ് ചേട്ടനോടാണ്. ഈ ജെയിംസ് ബിജോയ് പൃഥ്വിരാജ് കോംബോയിൽ വരുന്ന എല്ലാ സോങ്സും സൂപ്പർ ഹിറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങളുടെ ഒരു സക്സസ് ഫോർമുല എന്താണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ? സക്സസ് ഫോർമുല എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മിന്നലഴകെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് 2007 റിലീസ് ചെയ്ത സോങ്. അപ്പൊ ആ സോങ്ങിന്റെ സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ സങ്കല്പമാണ്. വിനീത് ഞാനിവിടെ ആദ്യം പോയി ഗസ്റ്റ് അപ്പിയറൻസ് ചോദിക്കുന്ന പൃഥ്വിരാജിനോടാണ്. അന്ന് ഞങ്ങൾക്ക് അതെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ചെയ്തു തന്നെ. അന്ന് തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നി എന്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായിട്ട് സിനിമയാണ് രണം. എന്തോ എനിക്കറിയില്ല, എന്റെ ത്രൂ ഔട്ട് ദ ജേർണി രാജുസ് എന്നെ എപ്പോഴും ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ സിനിമയിലും എന്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട്. അപ്പൊ രാജുവിന്റെ സിനിമ ആകുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ആകുന്നുണ്ടെന്ന് തോന്നുന്നു.
അങ്ങനെ തന്നെ ആയിരിക്കും വിലായത്ത് ബുദ്ധ. രാജുട്ടാ നമസ്കാരം. ഇപ്പം പടത്തിന്റെ ടീസറിലും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കോളായിട്ട് തോന്നി. കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സിമിലർ ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് രാജുട്ട് എടുത്തിട്ടുണ്ടോ? സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. പുഷ്പ പാർട്ട് 1 പോലും റിലീസ് ആയിട്ടില്ല. അപ്പൊ അന്ന് ഇതുപോലെ മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനായി മാറുമെന്നും ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം ഈ വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ 1ഉം 2ഉം റിലീസായി. പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും. ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ്. സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ്. സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത്തരത്തിലൊരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ട് അത് അക്നോളജ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിന്റെ നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല. അത് ഇല്ല. ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിന്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഹായ് രാജേട്ട, കഴിഞ്ഞ വർഷം ആടുജീവിതം ഇറങ്ങിയപ്പോൾ അതും ഒരു പുസ്തകമായിരുന്നു സിനിമയായത്. ഇതോടെ വീണ്ടും ഒരു പുസ്തകം സിനിമയാവുകയാണ്. കഴിഞ്ഞ വർഷം വലിയൊരു ട്രാവൽ ആയിരുന്നു. ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇതിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ കുറെ വർഷം നീണ്ടു നിന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കൊപ്പം ഉള്ള ട്രാവൽ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2020 ആണ് ഈ സിനിമയെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്നു പോവുകയും ഞാൻ ആടുജീവിതം എന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും അൽജീരിയയിലും ഒക്കെ പോകേണ്ടി വരികയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി. അൺഫോർച്ചുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു വലിയൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്തതിന്റെ ഇടയിൽ ഒരു അപകടം സംഭവിച്ചത്. അപ്പൊ ആ ഒരു ഇഞ്ചുറിയുടെ നേച്ചർ കാരണം 18 മാസത്തോളം ഇനി ആക്ഷൻ ഇങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെന്റ് ആയി നിന്നത്. പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ തിരിച്ചു വന്ന് വിലായത്ത് ബുദ്ധയിലെ ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു. എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നോ, ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നോ, അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ മനസ്സിൽ കണ്ട വിലായത്ത് ബുദ്ധ എന്ന സിനിമ നിങ്ങൾക്കും ഇഷ്ടപ്പെടട്ടെ, നിങ്ങളും അതുമായി റെസൊനേറ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ രാജുവേട്ട. രാജുവേട്ട ഇപ്പം മലയാള സിനിമ റിലീസുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പം രാജുവേട്ടൻ്റെ വെൽക്കം വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ കുറേ റീവിസിറ്റ് ചെയ്തു രാജുവേട്ടൻ്റെ പല റോൾസും. രാജുവേട്ടൻ ഒരു ആഗ്രഹമുണ്ട്, ഒരു മൂവി റിലീസ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ഇറ്റ് ബി? ഒരുപാട് സിനിമ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക മമത ഉണ്ടാവുമല്ലോ. സോ ഐ വിൽ പിക്ക് എ ഫിലിം ദാറ്റ്സ് സ്പെഷ്യൽ നോട്ട് ജസ്റ്റ് ഫോർ ദ ഫിലിം, പക്ഷെ ആ സിനിമ ഉണ്ടായ ഒരു രീതിയൊക്കെ കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ. മേ ബി വർഗം. രാജോട്ടാ നമസ്കാരം. ഇവിടെ ഞാൻ തീർച്ചയായിട്ടും വിലായത്ത് ബുദ്ധയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണ് രാജമൗലി ചിത്രം. തുമ്പയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് സുകുമാരനോട് പുറത്തു വന്നു കഴിഞ്ഞു. ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് സാക്ഷാൽ രാജമൗലിയും പറയുന്ന ഒരു സമയം കൂടിയാണ്. എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെ വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീയിങ് മോഹൻലാൽ ഈസ് നോട്ട് ഈസി എന്നുള്ളത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീയിങ് പൃഥ്വിരാജ് ഈസ് നോട്ട് ഈസി എന്നുള്ളതാണ്. അപ്പോൾ ബീയിങ് പൃഥ്വിരാജ് ഈസ് നോട്ട് ഈസി ആണോ, അത് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് ആണോ? ഐ ഡോണ്ട് നോ. എന്നെ
എന്നെ വളർത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ. അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ്. സോ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട്. യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ. ഞാൻ ഐ കീപ് ട്രൈങ്. ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഒരു ലെസ് ദാൻ 100% എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല. എൻ്റെ പരിമിതമായ കഴിവുകൾ 100% അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ പരമാവധി ഐ വിൽ ട്രൈ. ഓഫ് കോഴ്സ് രാജമൗലി സാറിന്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച്. സോ യാ ഐ മീൻ ഇനി ആ സിനിമയെ കുറിച്ച് ഇനിയും സംസാരിക്കാൻ സമയമുണ്ടല്ലോ. അതിന്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ there will be a lot of venues where we can speak about that film. അന്നാവട്ടെ. ബുക്ക് വായിച്ചപ്പോ തന്നെ ഇത് സിനിമയെ കാണാനുള്ളൊരു എല്ലാവരും എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അപ്പൊ അതില് സച്ചി സാറ് തുടങ്ങി വെച്ചൊരു പ്രൊജക്റ്റ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടിങ്ങിന്റെ ഏതെങ്കിലും വേളയില് സച്ചി സാറിനെ ഓർമ്മ വന്ന എന്തെങ്കിലും മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യും. സച്ചിൻ എങ്ങനെ ഷൂട്ടിംഗ് വേണമെന്നില്ല ഓർമ്മ വരാൻ. സച്ചിൻ ഞാനങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉള്ളൊരു ആളല്ല. സിനിമാ മേഖലയിൽ നിന്നും അങ്ങനെ വലിയൊരു സുഹൃത്ത് വലയം ഒന്നുള്ള ഒരാളും അല്ല ഞാൻ. അപ്പൊ എനിക്ക് ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തികളുടെ ഒരാളായിരുന്നു സച്ചിൻ. സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന, എല്ലാ കൊല്ലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നും അല്ല. ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന, എല്ലാ ഞായറാഴ്ചയും വിളിച്ച അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഹി വാസ് ദേർ ഫോർ മീ ആൻഡ് ഹി ന്യൂ ദാറ്റ് ഐ വാസ് ദേർ ഫോർ ഹിം. സച്ചിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ, സച്ചിക്കൊരു ക്രൈസിസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു സച്ചിൻ. ആൻഡ് ഐ മിസ് ദാറ്റ്. ഐ മിസ് ഹിം. ആൻഡ് അത് വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് എന്നുള്ളതല്ല. ഐ റിയലി വിഷ് ഹി വാസ് ഹിയർ. അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ചിൻ ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് ഹി വാസ് ഹിയർ. താങ്ക് യു സോ മച്ച് രാജുവേട്ട. അവിടുന്ന് കുറെ പേര് കുറച്ച് നേരമായിട്ട് ഹായ് തരുന്നുണ്ട് രാജുവേട്ട. അതിന്റെ കൂടെ ഇപ്പൊ എനിക്ക് ക്രൗഡിൽ നിന്ന് കിട്ടിയതാണ് രാജുവേട്ട ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം അഭിഷേക് അല്ലേ? താങ്ക് യു അഭിഷേക്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അല്ലോട്ട് രാജുവേട്ട. അപ്പോ യെസ്, ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. പക്ഷേ അതിനു മുന്നേ ഐ തിങ്ക് ജയൻസ് ഹാവ് ഗോട്ട് സംതിങ് മോർ ഇമ്പോർട്ടന്റ് ടു സേ. അല്ല, ഈ സിനിമ ഈ രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തിയാക്കാൻ എൻ്റെ കൂടെ നിന്ന എൻ്റെ സർവം സംവിധായകരുടെ അവരൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കും. കിരൺ, വിനോദ്, അർജുൻ, അബ്രു, പ്രജ്വൽ, എല്ലാവരും വരുമ്പോൾ ഇവരുടെ കൂടെ വലിയൊരു പ്രയത്നമാണ് ഈ സിനിമ.